ഗായ്സ്, ഇന്നപ്പോൾ ബുധനാഴ്ച, ഇന്നെനിക്ക് ക്ലാസ് ഇല്ല. സോ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി. ഇനി പുറത്തേക്ക് പോവാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനവിടെ ലേറ്റ്, കാരണം ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവർ ഓൾറെഡി അവിടെ നിന്ന് KFC എന്തോ കഴിച്ചു. ഞാൻ വിചാരിച്ചു കഴിച്ചിട്ട് ഇറങ്ങാമെന്ന്. സോ ഇവിടെ ഇന്നലത്തെ ക്യാബേജ് കൂട്ടാനുണ്ടായിരുന്നു, അത് ഇത്തിരി ചൂടാക്കി ഞാൻ തിന്നു. പിന്നെ എൻ്റെ ഈ ക്യൂട്ട് ഉടുപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ മൊത്തമായിട്ട് പുറത്തിറങ്ങിയിട്ട് കാണിക്കാം, കാരണം ജെൻഡർ ഭയങ്കര എല്ലാം കൊണ്ടുപോയിട്ട് എടുക്കുകയാണ്. അയ്യോ, എന്തെന്നാണ് ജാക്കറ്റ് ഇട്ടും. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും നടക്കുന്ന ഒരേ ബസ് സ്റ്റോപ്പിൽ നിന്നല്ലേ ഇൻട്രോ എടുക്കുന്നതെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇൻട്രോ എടുത്തത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ. ഇനി അടുത്ത ഷോട്ടിൽ കാണാം. ഹലോ ഗൈസ്. അയ്യോ, ഹെഡ്സെറ്റ് വെച്ചില്ല. ഹലോ ഗൈസ്, അങ്ങനെ വീണ്ടും പുറത്തേക്ക് പോവാണ്. എൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് ഇറക്കിയാണ്. മഴ, കുടയാണെങ്കിൽ അലീനയുടെ അടുത്താണ്, കുടയില്ല, അപ്പോൾ മഴയാണ്. മഴ നനഞ്ഞ് നടക്കുകയാണ്, ചെറിയ ചാറ്റൽ മഴയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എൻ്റെ ഡ്രസ്സുമൊക്കെ വെള്ളം വെള്ളം പോലെ കാണുന്നില്ല, അതൊക്കെ മഴത്തുള്ളികളാണ് ഗൈസ്. അയ്യോ, ലൊക്കേഷനിട്ട് പോകണം. ഒരു ബസ് അവിടെ കിടക്കുന്നുണ്ട്, ആ ബസ് പോയി എടുത്തു. ഞാൻ ഓടുന്നില്ല, അടുത്ത ബസ്സിൽ പോവാം, കാരണം എനിക്ക് തിരക്കില്ല. ബാഗ് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് തന്നെ ഡോക്യുമെൻറ്റ്സാണ്, കാരണം എനിക്കിന്ന് കുറച്ച് പേപ്പർ വർക്ക് ചെയ്യാനുണ്ട്. സോ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണ് ഗൈസ്. ഹലോ ഗൈസ്, ഇവിടെ മഴയാണ്. ഇത് പുതിയ സ്ഥലമാണ്. ഞാനിവിടെ കുറച്ച് നേരം പോസ്റ്റാണ്. ഞാൻ ഒരു കാര്യത്തിന് വന്നതാണ്, അത് 3 മണിക്കാണ്. ഞാൻ കുറച്ച് നേരത്തെ എത്തി. സോ ലിറ്ററലി ഞാൻ ഭയങ്കര പോസ്റ്റാണ്. എൻ്റെ വീഡിയോ എടുത്തു തരാനും ഫോട്ടോ എടുത്തു തരാനും ആരുമില്ല ഗൈസ്. സാരല്ല, വീട്ടിൽ ചെന്നിട്ട് അലീനെ കൊണ്ട് ആ പാർക്കിൽ പോയിട്ട് മഴയത്ത് എടുപ്പിക്കാം. ഇവിടെ നല്ല സൗണ്ട് ഉണ്ട്, ഞാൻ പറയണൊന്നും കേൾക്കുമെന്ന് എനിക്കറിയില്ല. കേട്ടാ മതി. ഹലോ ഗൈസ്, ഇന്ന് ഭയങ്കര ഹാപ്പനിങ് ആയിട്ടൊരു ഡേ ആക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പനിങ് ആയിരുന്നു ഗൈസ്. മഴ, പിന്നെ മഴയാണെന്ന് എനിക്ക് ഓൾറെഡി ഞാൻ മാപ്പ് നോക്കി കൺഫേം ചെയ്തതാണ് മഴയാണെന്ന്. പക്ഷെ എന്നാലും മഴ ഗൈസ്. ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ട് എനിക്ക് 2 ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല, അതുപോലെ മഴ ഗൈസ്. ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചുതരാം, അതുപോലെ പാട്ടുവിടാം. എനിക്ക് സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലൊന്നുമല്ല, അത്ര മഴയാണ്. ഓക്കെ ഗൈസ്, ബൈ. ഇതാണ് ഗൈസ് റിപ്പബ്ലിക്. ഇതിൻ്റെ അവിടെ നടുക്കൊരു പാലമുണ്ട്. എൻ്റെ വലിയ ആഗ്രഹം ഡെസ്റ്റിനേഷണൽ വെഡിങ് നടത്തണമെന്ന്. എന്തെങ്കിലും ഒരു കാര്യം വരുവാണെങ്കിൽ അവൻ വരുമ്പോൾ ആ പാലത്തിന് നടുക്കുന്നിട്ട് വേണം ഞങ്ങളുടെ വെഡിങ്ങിൻ്റെ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള അലീനയുടെ ഐഡിയ ആയിരുന്നു. പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഓർത്തുന്നുള്ളൂ, ഇതാണ് മഴയത്തുള്ള റിപ്പബ്ലിക്. മഴ ചെയ്തുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ. പിന്നെ ഞാൻ ഇത് വീഡിയോ ഫ്രണ്ടിലേക്ക് ആക്കിയതിന് കാരണം ഇവിടെ ആർക്കും ഇഷ്ടമല്ല അവരെ വീഡിയോ എടുക്കുന്നത്. നമ്മളെല്ലാവരുടെയും പ്രൈവസി മാനിക്കണമല്ലോ. നമ്മൾ തോന്നിയ പോലെ കാണിച്ചു കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഇഷ്ടപ്പെടില്ല, നമ്മൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ വീഡിയോ ആരെല്ലാം അനുവാദമില്ലാണ്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കില്ല അവർക്കും. എന്താണത്, ആംബുലൻസോ പോലീസോ? ആംബുലൻസ് ഗൈസ്, ആംബുലൻസ്. ഗൈസ്, എനിക്ക് പനി പിടിക്കും 100% ഉറപ്പാണ്. കാരണം ഞാൻ മഴ ഒരുപാട് നനഞ്ഞു, പിന്നെ ഭയങ്കര കാറ്റ്, ഭയങ്കര തണുപ്പ്. ഞാൻ പുതിയ സ്ഥലം കണ്ടുപിടിച്ചു ഗൈസ്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് എത്തണേ. സ്ഥലം കണ്ടുപിടിച്ചൊന്നല്ല, ലാപ്പോത്രെ ബസ്സിൽ കയറാന്നല്ലാണ്ട് ലാപ്പോത്രെ എവിടെയാണെന്ന് എനിക്ക് ഇത്ര നാളായിട്ട് അറിയില്ലായിരുന്നു. ഞാൻ കണ്ടുപിടിച്ചു, അടിപൊളി സ്ഥലം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ, സ്ഥലം ഫുള്ള് കാണിച്ചു തരാം. സൂപ്പർ സ്ഥലം ഗൈസ്. ലാപ്പോത്രെ മെട്രോ ബസ് സ്റ്റോപ്പ് കണ്ടു. മഴയും കൂടെ ആയതുകൊണ്ടാകും നൈസായിട്ടുണ്ട് കാണാൻ. ഗൈസ്, നല്ല രസമേ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കാണാൻ. ഗൈസ് നോക്ക് ഗൈസ്, എന്ത് രസമായി കാണാൻ. ഗൈസ് കണ്ടു, ക്യാമറയിൽ വെള്ളം ഉണ്ടെന്നോ.
ഫ്രൂട്ട് ഗൈസ്. നമ്മളെ നാട്ടിലെ റംബുട്ടാൻ പോയിട്ട് എന്തോ പഴം, ഉള്ളിലേക്കുള്ള പഴം എന്നാണ് മനസ്സിലാവുന്നില്ല. എൻ്റെ മെയിൻ സാധനങ്ങളൊക്കെ എടുത്തു. ഇതൊക്കെയാണ് മെയിനായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സാധനം. ഹായ്, നല്ല ദിവസമായിരുന്നു ഇന്ന് മൊത്തത്തിൽ. എൻ്റെ മസ്കാരയൊക്കെ മഴയത്ത് ഒഴിച്ചു പോകുന്നു. ഗൈസ്, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നോക്കുക ഗൈസ്, എന്ത് രസമാണ് മഴയത്ത് കാണാൻ. നേരിട്ടും മഴയല്ലാണ്ട് അങ്ങനെ എത്ര ഭംഗി ഉണ്ടാവുമായിരിക്കും, കാരണം ഞാൻ മഴയത്ത് വന്നേക്കൊണ്ട് എനിക്കറിയില്ല. ഹായ് എത്ര നാളെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ എന്നെ കണ്ടുകൊണ്ട് വ്ളോഗ് കാണാൻ. ഇനി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വ്ളോഗ് കാണാൻ നിൽക്കും. എൻ്റെ മോൻ്റെ ഞാൻ കുറച്ച് ഇഷ്യൂരാത്തൊക്കെ വെള്ളം കയറി പണ്ടാണ്. ഒടുക്കത്തെ കാറ്റും ഒടുക്കത്തെ തണുപ്പും. പനി പിടിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. 100% ഉറപ്പാണ് എനിക്ക് പനി പിടിക്കുന്നത്. അമ്മേ, തണുത്ത് ചാവാറായി. എന്താ അഹങ്കാരം എന്തോ. ലുക്ക് ഗൈസ്, റെയിൽവേ പാളം. നമ്മൾ റെയിൽവേ പാളം ഒക്കെ ക്രോസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. ഹായ്, കൊള്ളാന്ന്. ഓരോന്ന് കാണുമ്പോൾ വീഡിയോ എടുക്കാൻ തോന്നുന്നു. ഓരോന്ന് കാണുമ്പോൾ വീഡിയോ എടുക്കാം. വീഡിയോ കട്ട് ചെയ്താലേ എനിക്ക് ലൊക്കേഷൻ നോക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ആ ലൊക്കേഷനൊക്കെ അറിയാണ്ട് വല്ല കാട്ടിലും പോയി കിടക്കുമെന്നുള്ളതാണ് എൻ്റെ പേര്. എന്ത് ചെയ്യാൻ, എൻ്റെ വീട്ടിൽ അങ്ങനെ കുറെ നേരം വീഡിയോ കാണണ്ട. കുറച്ച് രണ്ട് പോകും കൂടി കാണാൻ. ഈ ജാക്കറ്റ് മാത്രം ഇട്ടിറങ്ങിയാൽ തന്നെ ഇതിൻ്റെ ഉള്ളിലിട്ട് ഡ്രസ്സൊന്നും ആരും കാണില്ല. തണുപ്പാണ്, ഇത് മാറ്റാൻ പറ്റില്ല. ഇത് ഇട്ടുകൊണ്ട് വന്നിട്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. തണുപ്പൊക്കെ അത്യാവശ്യം സെറ്റാണ്. പക്ഷെ തല നനയുന്നു. മറ്റേ ജാക്കറ്റാണെങ്കിൽ തലയിൽ കൂടെ എങ്കിലും ഇടാന്ന് ചോദിക്കാം. ഈ തലയിൽ കൂടെ ഇടാൻ പറ്റില്ലല്ലോ. അവിടെ ഇച്ചിരി ശീല. അങ്ങനെ എവിടെയോ ഞാൻ എത്തി ഗൈസ്. എവിടെയാണെന്നറിയില്ല. നമ്മുടെ നാട്ടിൽ പോയ വഴി ഞാൻ കാണിച്ചു കേട്ടാ. നോക്ക് ഗൈസ്, നാട്ടിൽ പോയിട്ട് വഴി അങ്ങനെ തറന്നിടാത്ത പുല്ലിൻ്റെ കൂടെയൊക്കെ നടക്കാം. എനിക്ക് വയ്യ. ഞാൻ ലൊക്കേഷൻ നോക്കട്ടെ ഗൈസ്. ഇനി അവിടെ എത്തുമ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം. ഇന്ന് അത്യാവശ്യം വീഡിയോക്കുള്ള കണ്ടിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം. ഹായ്, ഞാൻ വരാന്നല്ല ഭംഗിയിൽ കാണാൻ. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. ഞാൻ അങ്ങനെ എത്താൻ ഉദ്ദേശിച്ച കട കണ്ടുപിടിച്ചു. ആക്ഷൻ എന്നാണ് കടയുടെ പേര് ഗൈസ്. ആ കട ഞാൻ കണ്ടുപിടിച്ചു. ഗൈസ്, എന്തൊരു ഭംഗിയായ സ്ഥലം. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ. ഞാൻ അവിടെ പോണു ഗൈസ്. ബൈ ബൈ. ലുക്ക് ഗൈസ്, ഇതാണ് നമ്മൾ വരാൻ ഉദ്ദേശിച്ച കട. ഇവിടെയാണ് നോട്ട്ബുക്കും സാധനങ്ങളൊക്കെ ഉള്ളത്. അത്യാവശ്യം ഇന്ത്യൻ റേറ്റിലാണ് ഇവിടെ സാധനങ്ങളുള്ളതെന്നാണ് കേട്ടത്. നമ്മളത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ എവിടെയാണ് അവൾമാരെന്ന് ഇനി കണ്ടുപിടിക്കണം. അയ്യോ ഗൈസ്, തണുത്ത് ചത്ത് ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, കട്ട് ചെയ്യുക. അത്യാവശ്യം അകത്ത് നല്ല ആൾക്കാരുണ്ട്, കണ്ടോ തന്നെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാൻ റിസ്ക് എടുക്കുന്നില്ല ഗൈസ്. കുട വാങ്ങിച്ചു. ആൻഡ് ദിസ് സ്റ്റോർ ഈസ് സോ ബ്യൂട്ടിഫുൾ. ഹലോവിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഗൈസ് ഒന്ന് കൊടുക്കുന്നു.
ഗൈസ് നോക്കൂ, തൊപ്പി വാങ്ങിയാലോ, കണ്ടോ? ഞാൻ പറയട്ടെ, നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അതേ റേറ്റിൽ അതിനേക്കാളും വില കുറവിനുണ്ട്. എന്തിനാണോ നാട്ടിൽ നിന്ന് ഒരു തേങ്ങ വാങ്ങിക്കൊണ്ടുവന്നത്? എനിക്കറിയില്ല ഗൈസ്, എനിക്ക് സങ്കടം. ഈ മാസ്ക് വെച്ച് ആൾക്കാരെ പിടിപ്പിച്ചാലോ. ഇവിടെ ഇങ്ങനത്തെ ബുക്കുകൾ സെറ്റ് ബുക്കൊന്നുമില്ലേ? ഇതെന്താണ് ഞാൻ സ്വർഗത്തിലോ? ക്രിസ്മസ് 2-3 മാസം കഴിഞ്ഞിട്ടില്ലേ? ഇവിടെ കിട്ടും ക്രിസ്മസ് ആഘോഷിക്കും. എന്ത് രസമാണ് കാണാൻ. എല്ലാം നിങ്ങളെ കാണിക്കണമെന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിക്കും, കട്ട് ചെയ്യും, നിങ്ങളെ കാണിക്കും. വീഡിയോ കോൾ വിളിക്കും, കട്ട് ചെയ്യും, നിങ്ങളെ കാണിക്കും. ഇത് തന്നെ പരിപാടി. എൻ്റെ മെമ്മറി ഇന്നത്തോടെ ഫുള്ളാവുന്നതാണ്. എൻ്റെ ഉള്ളിലെ കുട്ടി ഉണർന്നു ഗൈസ്. എനിക്കും വേണം ഇതൊക്കെ. അവിടെ വലിയ വലിയ പാവകളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ നിറച്ച ആൾക്കാർ, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. എനിക്കും മടി വെക്കണം, എനിക്കും നോക്ക് വേണം, എനിക്കും പന്ത് വേണം ഗൈസ്. ഇവിടെ നോക്ക്, കുഞ്ഞു പിള്ളേരുടെ സാധനങ്ങൾ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു സ്ട്രെസ് റിലീഫ് ബോൾ വാങ്ങിയാലോ? നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് പിടിച്ച് കിടന്നുറങ്ങാം. രാശിക്കായ ഗൈസ്, രാശിക്കായ ഒരു സെറ്റിന് €1. 500 ഗ്രാമിനാട്ടോ ഇത്. എത്രയുണ്ട്? 500 ഗ്രാം ഒരു സെറ്റ്. ഒരു സെറ്റിന് €1. ഈ പശുവിന് അപ്പുന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ പോകുമ്പോൾ ഈ പശുവിനെ വാങ്ങിക്കൊണ്ട് പോവാം. ഈ കരടി ബൊമ്മ, പിന്നെ ആട്. ആരെങ്കിലും എനിക്കൂടെ വാങ്ങിത്തരാണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഗൈസ് നോക്ക് ഗൈസ്, ലൈസ് മിഠായി ഗൈസ്, മിഠായി സോസ്. Lollipop. Guys, ഷാപ്പിലെ പാരറ്റ് കണ്ടു ഗൈസ്, എന്ത് രസം. ഐഷയുടെ പാരറ്റ് €4. 400 റുപ്പീസ്. നാട്ടിൽ കിട്ടില്ല. എത്ര രൂപയ്ക്കൊന്നു വേണ്ട പൂ, വേണ്ട. ആന്റി കാണുക, ആന്റി അലീനെ ഇങ്ങനെ ഇഷ്ടമായി. പിള്ളേരുടെ സ്വഭാവം അലീനയ്ക്കുന്നു. അയ്യോ, ഈ കളറല്ല എൻ്റെ മറ്റേ ബ്രൗൺ, അങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട്, ഷാഡോ ഷെയ്ഡ്സ്. എല്ലാ കളറും ഉണ്ട്. എന്താ സംഭവം? ഐഷാഡോ പാലറ്റ് പിള്ളേരാണോ നോക്കട്ടെ? ഐഷാഡോ, കോൺടോർ, ലിപ് ഗ്ലോസ്, കൺസീലർ ഒന്നും വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ വേണ്ട. ഞാനിപ്പോ പൗഡർ പോലും ഇടലില്ല. മറ്റേ മോയിസ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ ഇടലുള്ളൂ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി.
എന്നിട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെ മഴയാണ് ഗൈസ്. മഴ ചീഞ്ഞ് എല്ലായിടത്തും ചീഞ്ഞടക്കാണ്. ഉടുക്കത്തെ തണുപ്പ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചത്തിന്റെ ഫോൺ അടിച്ചു പൊട്ടിച്ചേ അവള്. എല്ലാരും വീഡിയോ കാണാ. എടി ഇപ്പൊ കൂടിയടി 60 പേര് കാണുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു, ഇനി എന്തൊക്കെ സ്ഥലങ്ങൾ കാണിക്കണം എന്നുള്ള കമന്റ് ഇടാ. കാണുന്നവർക്ക് എന്താ അങ്ങനെയല്ല, എന്തൊക്കെ അവർക്ക് എന്താണ് ഇന്നതൊക്കെ ആയിരിക്കും കാണാൻ ഇഷ്ടം എന്നൊക്കെ അവർക്ക് ഫെഡോറാണോ തന്നെ പോവും. ഞാൻ എന്തായാലും വെക്കേഷൻ പോവായിരിക്കും. അത്രയൊക്കെ ഉള്ളു ഗൈസ്. Bye bye. See you in the next video. Bye bye.